നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത് സ്വീകരിച്ച മുഖ്യമന്ത്രിയും ഗവർണറും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരം ശംഖുമുഖത്താണ് നാവികസേനാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. പ്രായവും ആരോഗ്യ പ്രശ്നവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ കോടതിയിൽ നിലനിന്നില്ല. കട്ടിളപ്പാളി കേസിൽ എൻ വാസു മൂന്നാം പ്രതിയാണ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറുമ്പോൾ സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ ചെമ്പന്ത് രേഖപ്പെടുത്തിയത് എൻ വാസുവിന്റെ അറിവോടുകൂടിയാണെന്നാണ് SIT കണ്ടെത്തൽ. ശബരിമലയിൽ ഇനി മുതൽ ആർക്കും അന്നദാനം നടത്താം, സംഭാവനയായി നൽകാം. ദേവസ്വം ബോർഡ് രൂപവത്കരിച്ച ശ്രീ ധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റിനെയാണ് ഇത് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അന്നദാനത്തിന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ട്രസ്റ്റിലേക്ക് സംഭാവനയായി നൽകാം. തുക ചെക്കായോ DD ആയോ ശബരിമല ധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല ദേവസ്വം പത്തനംതിട്ട എന്ന വിലാസത്തിൽ അയക്കാം. ദേവസ്വം അക്കൗണ്ട് ഓഫീസർ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിലും അയക്കാം. സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമുള്ള കൗണ്ടറുകളിലൂടെ നേരിട്ടും സംഭാവന സ്വീകരിക്കും. KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. തൃശൂർ ചേലക്കര ഉതുവടിയിൽ ഇന്ന് പുലർച്ചെ 7:15 അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും എതിർവശത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. തിരുവില്ലാമലയ്ക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ്. 2 ബസുകളുടെയും മുൻഭാഗം തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ് ഡ്രൈവർ സീറ്റിനടിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. സ്വകാര്യ ബസ്സിലെയും KSRTC ബസ്സിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിന് മുന്നിൽ വെച്ച് ടിപ്പർ ലോറി ഇടിച്ചു. അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം. മലപ്പുറത്തെ കുരുവമ്പലം സ്കൂളിന് മുന്നിൽ സ്കൂട്ടറിൽ ടിപ്പർ ലോറി ഇടിച്ച് അധ്യാപിക മരിച്ചു. കൊളത്തൂർ നാഷണൽ LP സ്കൂളിലെ അറബി അധ്യാപിക നഫീസയാണ് മരിച്ചത്. സ്കൂളിൽ നിന്ന് വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മരണം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂർ നേരത്തെ വാദമാണ് പൂർത്തിയായത്. എന്നാൽ എപ്പോഴാണ് വിധി വരിക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പ്രോസിക്യൂഷനോട് ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഉത്തരവ് വൈകുമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ ഉറപ്പു നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാനാവില്ലെന്ന് പ്രോസിക്യൂട്ടർ മറുപടി നൽകി. നിരവധി രേഖകൾ പരിശോധിക്കാനുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ. ഛത്തീസ്ഗഡിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ ബിജാപൂരിലെ വനമേഖലയിൽ ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ ഇറങ്ങിയ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, ഛത്തീസ്ഗഡ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPF, കോബ്ര ബറ്റാലിയൻ എന്നിവരുടെ സംയുക്ത സുരക്ഷാ സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിലാണ് 7 മാവോയിസ്റ്റുകളെ വധിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് സുരക്ഷാ സേന അറിയിച്ചു. മാനസിക വെല്ലുവിളിയുള്ള അമ്മയെ മകൻ മർദ്ദിച്ചു കൊന്നു. നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി. 3 മാസമായി തുടരുന്ന ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. അനിതയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. അനിതയുടെ ശരീരത്തിലാകെ മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട്. മകൻ ബിനുവിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയുടെ പേരിലുള്ള 1.5 ഏക്കർ ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. 20 വർഷമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന അമ്മയെ വീട്ടിലേക്ക് എത്തിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ മകന്റെ ഭാര്യയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് മോശമായി പെരുമാറി. അന്ന് ഷാഫിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ MA ഷഹനാസ് രംഗത്ത്.
രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫിയെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ഷഹനാസ് വ്യക്തമാക്കി. കർഷക സമരത്തിന്റെ സമയത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞു. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കുമെന്നാണ് താൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു. പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത്. അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സര സമ്മാനം 2000 രൂപ ക്ഷേമ പെൻഷൻ 15 മുതൽ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായി 2000 രൂപ വീതമാണ് ലഭിക്കുക. പെൻഷൻ വിതരണത്തിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട്.